ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാത്രിയിൽ അരി അരച്ച് വയ്ക്കാതെ രാവിലെ അരി അരച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുവാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. അതായത് ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി ചോറ്, അതായത് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇതുപോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ ഒരുപാട് നല്ല ഈസ്റ്റാണ്. അത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈസ്റ്റാണ്. അപ്പോൾ ഗൾഫുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഈസ്റ്റ് ഉപയോഗിക്കണം, ഒരുപാട് നല്ലതാണ്. പല ഈസ്റ്റുകൾ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1/2 കപ്പ് ചേർത്തു. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പും കൂടെ ചേർത്തു. അപ്പോഴാണ് ഇത് ആ മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലോട്ട് വരുള്ളൂ. അപ്പോൾ അതായത് പരിയൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം. ഇനി ഇത് മൂടി വയ്ക്കാം. ഇതുപോലത്തെ ഇങ്ങനെ ഒരു ഹോളൊക്കെയുള്ള മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈ ഫെർമെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഒരു 6-8 മണിക്കൂർ ഇങ്ങനെ വച്ചേക്കണം. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എടുത്തിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ നേരത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ വെള്ളം തന്നെ മതി കേട്ടോ, വേറെ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കട്ടി ഒരുപാട് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു വെള്ളം കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഈ ജാറിലായിട്ട് ഒഴിച്ചിട്ട് ഈ ജാർ ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ അനക്കാണ്ട് വച്ചേക്കണം. എന്നിട്ട് വേണം നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട നന്നായിട്ട് പുളിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടെടുക്കാം കേട്ടോ. രാത്രിയിൽ അരച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഇങ്ങനെയല്ലേ പുളിച്ച് വന്നിരിക്കണേ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പാനിലായിട്ട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ആ മാവിലായിട്ട് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഇത് ഈ ഒരു ചട്ടിയിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, പാലപ്പ ചട്ടിയിലായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് ആ ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. കേട്ടോ സൈഡിൽ കൂടെ ഒക്കെ ഒരു നമ്മൾ പഞ്ചസാര ചേർക്കണോണ്ട് കേട്ടോ സൈഡൊക്കെ നന്നായിട്ടൊരു എന്താ പറയുക, ഒരു കളറൊക്കെ ചേഞ്ചായി വരില്ലേ, അങ്ങനെ വരും, നല്ല മുരിഞ്ഞു വരും. അപ്പോൾ അതാ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് വെച്ചിട്ടുള്ള ഉണ്ടാക്കണത് നേരത്തെ ഈ അപ്പം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാണിക്കുന്നത് അതുപോലത്തെ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതായത് പൂവിൻ്റെ ഷേപ്പിലൊരു അപ്പം ഉണ്ടാക്കിയിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പം നമുക്കിടെ ഇഷ്ടത്തിനാണ്, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഐഡിയാസ് അനുസരിച്ച് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഒരു വെറൈറ്റി ആണല്ലോ ഒക്കെ. അപ്പോൾ അതായത് ഇതുപോലെ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഈ ബാക്കി വന്ന മാവ് നമുക്കിത് എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ നാളെ അപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഈസ്റ്റിന് പകരം ഈ മാവ് അങ്ങോട്ട് ചേർത്താൽ മതി. അതല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് പയറാണ് കേട്ടോ, ചെറുപയറില്ലേ, ചെറുപയർ ഉലർത്തിയെടുക്കില്ലേ, അതാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കാരണം പയറൊക്കെ ആണെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ അപ്പാണെങ്കിലും നമ്മൾ സോഡാപ്പൊടി അല്ലല്ലോ ഉപയോഗിക്കണത്, ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലതാണ്. ഈസ്റ്റ് ചേർത്താൽ നല്ലതാണ്. സോഡാപ്പൊടി ചേർക്കുമ്പോഴാണല്ലോ ദോശ എന്ന് പറയണത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സ്ഥിരം അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ രാത്രിയിൽ ഇപ്പോൾ അപ്പം ഒരിക്കലും അരച്ച് വയ്ക്കാറില്ല. എന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത്. കിടക്കണതിന് മുമ്പിട്ട് വെള്ളത്തിലിട്ടിട്ട് അങ്ങോട്ട് കിടക്കും. രാവിലെ ആകുമ്പോഴത്തേനും നല്ല സുഖമായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.